ടി എൻ ശേഷൻ പാലക്കാടുകാരനാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന കർക്കശമായ ഒരു IAS ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ആ പൊസിഷനിൽ ഉണ്ടായിരുന്നപ്പോൾ ഭാര്യയുമായിട്ട് കാറിൽ UP സംസ്ഥാനത്ത് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ റോഡിൽ ഒരു നല്ല ഒരു വയൽ, അതിൻ്റെ അടുത്ത് ഒരു മരത്തിൻ്റെ ഈ തൂക്കണാങ്കുരുവി എന്ന് പറയും. അത് മലയാളത്തിലും തൂക്കണാങ്കുരുവിയാണെന്ന് അറിയത്തില്ല. അതിൻ്റെ ഒരു കൂടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തൂക്കണാങ്കുരുവിയുടെ കൂട്? അത് പോയി കാണണം. നമ്മൾ മാത്തമാറ്റിക്സ് ഭൂഗോളത്തിൻ്റെ സ്പന്ദനം എന്ന് പറഞ്ഞാലും അതിനെ ലോകത്ത് അതിനെപ്പോലുള്ള ഒരു വലിയ എഞ്ചിനീയറും ആർക്കിടെക്ടറും ഈ തൂക്കണാങ്കുരുവി പോലല്ല. കൂട് കണ്ടിട്ടുണ്ടോ? വളരെ സൂപ്പറായിട്ട് കൊണ്ട് നന്നായിട്ട് ഒരു അറ ഭയങ്കര ഇതൊക്കെ വെച്ച് പണിയുന്ന അത്രയും വലിയ ഒരു എഞ്ചിനീയറാണ്. നമ്മളൊക്കെ ഇന്നലെ പാലം പണിഞ്ഞാൽ ഇന്ന് രാവിലെ പൊട്ടി പോവുക. പക്ഷേ അതല്ല കഥ. അപ്പോൾ ആ കുരുവി കൂട് അങ്ങനെ എല്ലാ മരത്തിൽ അങ്ങനെ തൂങ്ങി കിടക്കുന്നത് കണ്ടിട്ട് TN ശേഷന്റെ ഭാര്യ ഇഷ്ടപ്പെട്ട് പറഞ്ഞ് എനിക്ക് അതിൽ ഒരെണ്ണം വേണ്ടും പറഞ്ഞ്. അപ്പോ ഭാര്യയല്ലേ ഇലക്ഷൻ കമ്മീഷണറായാലും ദൈവമേ ആയാലും ഭാര്യയായാൽ നമ്മൾ കേട്ടതല്ലേ, അത് അങ്ങനെയാ. ഞാൻ എൻ്റെ ഭാര്യയുടെ കഥ പിന്നീട് വരാം. അപ്പോ വണ്ടി നിർത്തി ശേഷൻ അത് പോയി അയച്ചിട്ട് വരാൻ പറഞ്ഞു. ഗൺമാൻ പോയി അവിടെ ഒരു മാട് മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനുണ്ട്. അവൻ്റെ അടുത്ത് ചോദിക്കുക, ഒരെണ്ണം എടുത്തുകൂടെ? UP മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു ദാസ്യത്തിൽ ചോദിക്കുക, എടുത്തുകൂടെ? അവന് അതേപോലെ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് വിചാരിച്ച് എന്തോ പൈസ എന്തെങ്കിലും കൊടുക്കണമായിരിക്കും പറഞ്ഞ് 10 രൂപ എടുത്തു കൊടുത്ത്. 10 രൂപ കൊടുത്ത് പറഞ്ഞ് അതൊന്നും പറ്റില്ല. അവന് വിചാരിച്ച് 10 രൂപ പോരാ എന്ന് പറഞ്ഞിട്ട് 50 രൂപ എടുത്തു കൊടുത്ത്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞ് 50 അല്ല, 100 കൊടുത്താലും 1000 കൊടുത്താലും ഞാൻ അത് കൂടെ എടുത്ത് കൊടുക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ ആ കൂട്ടിനകത്ത് കുഞ്ഞുണ്ട്. ആ കൂട്ടിനകത്ത് ഒരു ചെറിയ കുഞ്ഞുണ്ട്. അതിൻ്റെ അമ്മ ഇരയെടുക്കാൻ പുറത്തു പോയിട്ടുണ്ട്. ഞാൻ ഈ കൂടെടുത്ത് നിങ്ങൾക്ക് കൊടുത്താൽ തിരിച്ചു വരുമ്പോൾ ആ അമ്മ കുഞ്ഞിനെ കാണാതെ കരയും, കുഞ്ഞ് അമ്മയെ കാണാതെ കരയും. എനിക്ക് ആ വിഷമം താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് അത് എടുത്തു കൊടുക്കാൻ, നിങ്ങൾ 1000 കൊടുത്താലും 1,00,000 കൊടുത്താലും ഞാൻ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് വന്ന് ശേഷൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു IAS കാരനാണ്. എൻ്റെ ആണവം എന്ന് വെച്ചാൽ എൻ്റെ അഹങ്കാരം അതോടുകൂടി പൊട്ടി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു സാധാരണ മാട് മേയ്ക്കുന്ന ഒരു പയ്യൻ, പഠിക്കാതെ മാട് മേയ്ക്കുന്ന ഒരു പയ്യൻ, ഏതോ ഇല്ലാത്ത ഒരു കുരുവിയുടെ അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ മനസ്സ് വിഷമിക്കുമെന്ന് കൊണ്ടിട്ട് എത്ര പൈസ കൊടുത്താലും കൊടുക്കത്തില്ല എന്ന് പറയുന്ന ആ ഒരു മൂല്യമുണ്ടല്ലോ. ഒരു വിദ്യാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, ഒരു സ്കൂളിലെയും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, ഒരു കോളേജിലെയും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു പാഠം എന്ന് പറയുന്നത് ഈ നമ്മൾ മാത്സ് അല്ലേ, മാത്സിലല്ല മാത്സുടെ വിജയം, മാത്സിലുള്ള മൂല്യത്തിലാണ് മാത്സുടെ വിജയം. മാത്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പാഠം പഠിക്കുമ്പോൾ ഉൾക്കൊള്ളുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മൂല്യങ്ങളാണ്, വാല്യൂസ്. മൂല്യങ്ങളില്ലാത്ത ജീവിതം ഒന്നുമില്ലാത്ത ജീവിതമാണ്.